ഗാന്ധിജിയുടെ ഡയറി കുറിപ്പ്, വസ്ത്രങ്ങൾ, ക്യാമറ തുടങ്ങിയ അപൂർവ വസ്തുക്കളുടെ ശേഖരമുള്ള ഒരു മ്യൂസിയമുണ്ട്. തിരുവനന്തപുരം വിതുരയിലെ വിനോബ നികേതൻ ആശ്രമത്തിലാണ് ഗാന്ധിജിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന അപൂർവ വസ്തുശേഖരമുള്ളത്. ഇവിടെ നവരാത്രി ആഘോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. തൽക്കാലം മഹാത്മാഗാന്ധിയുടെ ചരിത്ര ശേഷിപ്പുകളും ചില അപൂർവ എഴുത്തുകളുമെല്ലാം സൂക്ഷിക്കുന്ന ഒരിടത്താണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വിനോബ നികേതൻ. ഇവിടെ നവരാത്രി ആഘോഷം കൂടി ഒന്നിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. എന്തായാലും ആ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. തിരുവനന്തപുരം വിതുര മലയടിയിലെ വിനോബ നികേതൻ ആശ്രമം. ഗാന്ധിയൻ പാത പിന്തുടരുന്ന ആശ്രമത്തിൽ നവരാത്രി ആഘോഷം മതസൗഹാർദ്ദത്തിന്റെ കൂടി കാഴ്ചയാണ്. മൂന്ന് ദേവതമാരുടെ പ്രത്യേകത ദിവസമാണ് ഈ പൂജവയ്പ്പ്. അതുകൊണ്ട് തന്നെ പൂജവയ്പ്പിന് വളരെ പ്രാധാന്യം ഈ സ്ഥാപനത്തിനുണ്ട്. പൂജവയ്പ്പ് എന്ന കൺസെപ്റ്റിലുപരി ഗാന്ധിയൻ ആശയങ്ങൾ വരുന്ന തലമുറയ്ക്ക് കിട്ടുന്നതിലേക്കായിട്ട് ഒരു സർവ്വമത സമന്വയത്തിൻ്റെ ഒരു ഭാഷയും കൂടി നമ്മുടെ ഈ ചുവർ ചിത്രങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. സർവ്വമത പ്രാർത്ഥനയാണ് ഈ പൂജവയ്പ്പിൻ്റെ മറ്റൊരു സവിശേഷത. ആശ്രമത്തിലെ പ്രധാന ആകർഷണം ഇവിടെയല്ല, തൊട്ടടുത്തുള്ള മ്യൂസിയമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗാന്ധിജിയെക്കുറിച്ചുള്ള അപൂർവ ശേഖരങ്ങളും ഓർമ്മകളും സൂക്ഷിച്ചിട്ടുള്ള ചെറിയൊരു മ്യൂസിയത്തിലേക്കാണ്. അത് വിനോബ നികേതനിലെ മ്യൂസിയം തന്നെയാണ്. ഇവിടെ ഗാന്ധിജിയുടെ ചിതാഭസ്മമുണ്ട്, ഗാന്ധിജിയുടെ ചർക്കയുണ്ട്, ഗാന്ധി സ്വന്തമായി എഴുതിയിരുന്ന പേഴ്സണൽ ഡയറി ഉണ്ട്, ഗാന്ധിജിയുടെ ഫോട്ടോ പകർത്തിയിരുന്ന ക്യാമറയുണ്ട്. എന്തായാലും ആ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന ചെരുപ്പ്, വസ്ത്രങ്ങൾ, പ്രാർത്ഥനാ സദസ്സുകളിൽ കൂട്ടായിരുന്ന കരതാളം, ദിൽറുബ, ഗാന്ധിജിയുടെ എഴുത്തുകൾ, ഗാന്ധിജിക്ക് ലഭിച്ച ആശംസ കാർഡുകൾ, ഇങ്ങനെ നീളുന്നു കാഴ്ചകൾ. ഗാന്ധിജിയുടെ സ്വന്തം പോക്കറ്റ് ഡയറിയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അദ്ദേഹം എഴുതിയിരുന്ന ഇത് എഴുതാൻ ഉപയോഗിച്ച പെൻസിൽ. പഴകിയിട്ടും ദീർഘകാലം ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന ചെരുപ്പുകളാണ് തുകൽ ചെരുപ്പുകൾ. അദ്ദേഹത്തിൻ്റെ ജീവിത യാത്ര മുഴുവൻ കനു ഗാന്ധി പകർത്തിയ ക്യാമറ, റോളി കോഡ്. ഇത് ഗാന്ധിജി നൂറ്റ കഴികളാണ്. ഇതിൽ തന്നെ കസ്തൂർബ ഗാന്ധി നൂറ്റ കഴികളുമുണ്ട്. നൂൽനൂൽപ്പ് യജ്ഞത്തിന് ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന ചർക്കയാണിത്. കേന്ദ്രമന്ത്രിയായിരുന്ന സുശീല നയ്യാരിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഗാന്ധിജിയുടെ ചിതാഭസ്മവും മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ മ്യൂസിയത്തിൻ്റെ ഏറ്റവും അമൂല്യമായ വസ്തു എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിജിയുടെയും വിനോബ ഭാവയുടെയും ആഷസാണ്. ആഭാഗാന്ധി അമ്മയ്ക്ക് സമ്മാനിച്ചതാണ് ഗാന്ധിജിയുടെ ചിതാഭസ്മം. വിനോബ ഭാവയുടെ ശിഷ്യയും ആശ്രമത്തിന്റെ സ്ഥാപകയുമായിരുന്ന പരിവ്രാജക രാജമ്മയ്ക്ക് ലഭിച്ചതാണ് ഈ അമൂല്യ വസ്തുക്കൾ. ഭൂദാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ വിനോബ ഭാവയുടെ സ്മരണയിലാണ് ആശ്രമത്തിന്റെയും മ്യൂസിയത്തിന്റെയും പ്രവർത്തനം. മഹാത്മാഗാന്ധിയുടെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശവും. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തിൻ്റെ ഭാഗമായ ഓരോ വസ്തുക്കളും അത്രത്തോളം അമൂല്യവുമാണ്. വിനോബ നികേതനിലെ ഈ മ്യൂസിയം പുനരുദ്ധാരണത്തിൻ്റെ പാതയിലാണ്. അത് കഴിഞ്ഞാൽ ഓരോ ജനങ്ങൾക്കും ഇവിടെ നേരിട്ടെത്തി ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാകും, കാണാനാകും. ഷൈജു ചൗസരിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.